ജർമ്മനിയില് ഒരു കുട്ടി ജനിച്ച സർക്കാർ എല്ലാ മാസവും പണം നൽകുമോ? ഇനി കാശ് തന്നാൽ തന്നെ അത് എത്ര രൂപ കിട്ടും? അതേപോലെ തന്നെ വിദേശികൾക്കും ലഭിക്കുമോ? സ്റ്റുഡന്റ് വിസയിൽ ഉള്ളവർക്ക് കിട്ടുമോ? അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ചൈൽഡ് ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുമോ? ഈ ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ അവസാനം വരെ കണ്ടോ. കാരണം ജർമ്മനിയിലെ ഫാമിലി ബെനിഫിറ്റ്സ് ലോകത്തിലെ ഏറ്റവും ശക്തമായ സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റത്തിൽ ഒന്നാണ്. പക്ഷെ ഇത് ആർക്കാണ് ലഭിക്കുക? എങ്ങനെ അപ്ലൈ ചെയ്യാം? എന്തെല്ലാം നിബന്ധനകളുണ്ട്? ഇന്ന് അതെല്ലാം വളരെ ലളിതമായി മനസ്സിലാക്കാം. നമസ്കാരം. സേഫ് ഹോം ജർമ്മനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് സച്ചിൻ. ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നിരവധി കപ്പിൾസ്, നേഴ്സസ്, ഇവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. സാർ, ജർമ്മനിയിൽ കുട്ടിയുണ്ടായ സർക്കാർ മാസം തോറും പണം നൽകുമോ? എന്റെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ യെസ്, ഉത്തരം ലഭിക്കും എന്നാണ്. പക്ഷേ എല്ലാവർക്കും ഒരുപോലെയല്ല. നിയമപരമായിട്ടുള്ള യോഗ്യത, എലിജിബിലിറ്റി പാലിക്കണം. ഇത് നമുക്ക് മുഴുവൻ സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി വെച്ചേക്കാം. ജർമ്മനി റിലേറ്റഡ് ആയിട്ട് കണ്ടന്റ് മാത്രമാണ് ഈ ചാനലിൽ വരുവുള്ളൂ. ദാറ്റ് ഈസ് മൈ പ്രോമിസ്. നമ്മൾ നോക്കാം, എന്താണ് ചൈൽഡ് ബെനിഫിറ്റ്. ജർമ്മനിയിൽ ഇതിനെ കിൻഡർ ഗിൽഡ് എന്ന് വിളിക്കുന്നു. ഇത് കുട്ടികളെ വളർത്താൻ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായമാണ്. എന്താണ് ലക്ഷ്യം? കുട്ടികളുടെ വിദ്യാഭ്യാസം, ഭക്ഷണം, വസ്ത്രം, ജീവിത ചെലവുകൾ, ഇവയ്ക്കാണ് പ്രധാനമായിട്ട് സഹായം നൽകുന്നത്. ആർക്കാണ് ഇത് ലഭിക്കുക? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കിൻഡർ ഗിൽഡ് ലഭിക്കണമെങ്കിൽ സാധാരണമായി ജർമ്മനിയിൽ നിയമപരമായി താമസിക്കണം. ചൈൽഡ് ബെനിഫിറ്റ്സ് ലഭിക്കാൻ യോഗ്യമായ റെസിഡൻസ് സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം. കുട്ടി നിയമപ്രകാരം യോഗ്യതയുള്ള വിഭാഗത്തിൽ വരണം. വിദേശ പൗരന്മാർക്കും ചില റെസിഡൻസ് പെർമിറ്റ് ഉള്ളവർക്കും കിൻഡർ ഗിൽഡ് ലഭിക്കാവുന്നതാണ്. എന്നാൽ വിസ ടൈപ്പ്, റെസിഡൻസ് സ്റ്റാറ്റസ്, കുടുംബത്തിന്റെ സാഹചര്യം എന്നിവയെ ആശ്രയിച്ചായിരിക്കും ഈ എലിജിബിലിറ്റിയിൽ മാറ്റം ഉണ്ടാകുക. ഇനി ചോദ്യമാണ്, എത്ര പണം ലഭിക്കും? ജർമ്മനിയിലെ ചൈൽഡ് ബെനിഫിറ്റ് തുക സർക്കാരാണ് നിശ്ചയിക്കുന്നത്. ഈ തുക കാലാകാലങ്ങളിൽ മാറാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അപേക്ഷിക്കുന്ന സമയത്ത് ഒഫീഷ്യൽ റേറ്റ് എപ്പോഴും നമ്മൾ പരിശോധിക്കണം. സോ നിങ്ങൾ അത് പരിശോധിക്കുന്ന എപ്പോഴും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ മതി. വെബ്സൈറ്റ് വേണേ പറഞ്ഞാൽ മതി, ഞാൻ തന്നേക്കാം. എത്ര വയസ്സ് വരെ നമുക്ക് ലഭിക്കും എന്നുള്ളത് സാധാരണമായ ഒരു കുട്ടിയുടെ പ്രായം, വിദ്യാഭ്യാസം, തൊഴിൽപരമായ സാഹചര്യം തുടങ്ങിയവയെ ആശ്രയിച്ചാണ് ചൈൽഡ് ബെനിഫിറ്റ്സുകൾ ലഭിക്കുക. അതിന്റെ കാലാവധി നിശ്ചയിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ കുട്ടി ഉയർന്ന പഠനത്തിലോ പരിശീലനത്തിലോ ആണെങ്കിൽ കൂടുതൽ കാലം ലഭിക്കാം. സ്റ്റുഡന്റ് വിസയിലുള്ളവർക്ക് ഇത് കിട്ടുമോ? ഇതാണ് പലരും ചോദിക്കാറുള്ളത്. എല്ലാ സ്റ്റുഡന്റ് വിസ ഹോൾഡേഴ്സിനും സ്വമേധയാ ചൈൽഡ് ബെനിഫിറ്റ് ലഭിക്കുമെന്ന് പറയാനാകില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെസിഡൻസ് സ്റ്റാറ്റസ്, ജോലി, കുടുംബ സാഹചര്യം തുടങ്ങിയ നിയമപരമായ ഘടകങ്ങൾ അനുസരിച്ചാണ് എലിജിബിലിറ്റി തീരുമാനിക്കുന്നത്. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ സാധാരണ ബന്ധപ്പെട്ട ഫാമിലി ബെനിഫിറ്റ്സ് ഓഫീസർ, അതായത് ഫാമിലിയൻ കസിൻ വഴിയാണ് ചെയ്യാറ്. ആവശ്യമായ രേഖകൾ, റെസിഡൻസ് ഡോക്യുമെന്റ്സ് നമുക്ക് മസ്റ്റ് ആണ്. ചൈൽഡ് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. രജിസ്ട്രേഷൻ, അൻമെൽഡും ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ അവർ ചോദിച്ചാൽ മാത്രം. പിന്നെ മറ്റാവശ്യമായ രേഖകളാണ് വേണ്ടത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓരോത്തിനും ഓരോ മിത്തുകളുണ്ട്. ഒന്നാമത്, ജർമ്മനിയിൽ കുഞ്ഞ് ജനിച്ച എല്ലാവർക്കും പണം ലഭിക്കും. അത് തെറ്റായതാണ്, ഒരു ചിന്തയാണ്. കാരണം എലിജിബിലിറ്റി നിർണായകമാണ്. അതേപോലെ തന്നെ ടൂറിസ്റ്റ് വിസയില് ചൈൽഡ് ബെനിഫിറ്റ് ലഭിക്കും, അത് ഒരിക്കലും കിട്ടത്തില്ല. സ്റ്റുഡന്റ് ആണെങ്കിൽ തീർച്ചയായും ചൈൽഡ് ബെനിഫിറ്റ് ലഭിക്കും, അതും തെറ്റായിട്ടാണ്. സ്റ്റാറ്റസ് ആണ്. റെസിഡൻസ് സ്റ്റാറ്റസ് ഉൾപ്പെടെ നിയമങ്ങൾ ബാധകമാണ്. കിൻഡർ ഗിൽഡ് മാത്രം സർക്കാർ സഹായമാണ്, അത് തെറ്റാണ്. ജർമ്മനിയിൽ ഫാമിലി സപ്പോർട്ടിന് മറ്റു ബെനിഫിറ്റുകളും ഉണ്ടായേക്കാം. എന്തുകൊണ്ടാണ് ഇത് അറിയണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ജർമ്മനിയിൽ പോകുന്ന പല കുടുംബങ്ങളും ഈ ബെനിഫിറ്റിനെ കുറിച്ച് അറിയാതെ പോകുന്നുണ്ട്. ശരിയായ വിവരങ്ങൾ അറിയുന്നത് നിങ്ങളുടെ സാമ്പത്തിക അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനായിട്ട് നിങ്ങളെ സഹായിക്കും. സോ നമ്മൾ ഇന്ന് വീഡിയോയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കിൻഡർ ഗിൽഡ് എന്താണെന്ന് പഠിച്ചു, ആർക്കാണ് ലഭിക്കുക എന്ന് പഠിച്ചു, എലിജിബിലിറ്റി എന്താണെന്ന് പഠിച്ചു, എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പഠിച്ചു, സ്റ്റുഡന്റുകൾക്ക് എങ്ങനെ ഇത് ആപ്ലിക്കബിൾ ആണെന്ന് പഠിച്ചു, മിത്തുകളും നമ്മൾ നോക്കി. ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ജർമ്മനിയുമായിട്ട് റിലേറ്റ് ചെയ്യുക ആരെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. കാരണം ജർമ്മൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ മാത്രമേ നമ്മൾ ഇടുകയുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജിന്റെ ഡോയ്സ് വിത്ത് സജിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. A1 തൊട്ട് C2 വരെ ക്ലാസ്സുകൾ ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്തു കൊടുക്കുന്ന പ്ലാറ്റ്ഫോമാണ്. 800-ലധികം കുട്ടികൾ ഓൾറെഡി അവിടെ നമ്മൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. സോ യു ക്യാൻ ട്രസ്റ്റ് അസ്. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ജർമ്മനിൽ കമന്റ് ചെയ്താൽ മതി. ഞാൻ ആ നമ്പർ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ടേക്ക് കെയർ.